കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ സബാസ് നമസ്കാരം. ഇന്നത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പകൽ വാർത്ത തുടങ്ങുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ മാർച്ച് ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിട്ടുണ്ട്. അതേസമയം ബാരിക്കേഡുകൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് കർഷകർ ശ്രമിക്കുന്നത്. വലിയൊരു സംഘർഷമാണ് ഇപ്പോൾ ഡൽഹി ഹരിയാന അതിർത്തിയിലൊക്കെ കാണാൻ കഴിയുന്നത്. SFIOയുടെ അന്വേഷണത്തിൽ പുതിയ ചില വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. KSIDCക്കെതിരെ ഗുരുതരമായ ആരോപണം കേന്ദ്ര സർക്കാർ കേരള ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. സത്യവാങ്മൂലമായിട്ടാണ് കേന്ദ്ര സർക്കാർ KSIDCക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. KSIDC അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. ഈ സഹകരണമില്ലായ്മ ദുരൂഹമാണെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 4ാം ദിവസമാണ് ബേലൂർ മഖ്ന എന്ന ആനയെ തേടിയുള്ള വനംവകുപ്പിന്റെ യാത്ര തുടങ്ങിയിട്ട്. ഇതുവരെ ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, മയക്കുവെടി വെക്കാതെ തിരിച്ചു പോകാൻ ദൗത്യ സംഘത്തെ അനുവദിക്കില്ല എന്ന് ജനങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. എന്തായാലും എല്ലാ വാർത്തകളുടെയും സമഗ്ര ചിത്രം ഉണ്ടായിരിക്കും. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. കണ്ണൂരിൽ പിടിയിലായ ഭീമന്റെ ജാഫർ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡിലെ സജീവ അംഗമെന്ന NIA. ഇന്ത്യയെ ഇസ്ലാമിക് രാജ്യമാക്കാനുള്ള മിഷൻ 2047 മുഖ്യ കണ്ണി. കൈവെട്ട് കേസ് പ്രതി സവാദിൽ നിന്ന് കിട്ടിയ വിവരം നിർണായകമായി. മാസപ്പടി അന്വേഷണത്തിന് തടസ്സമില്ലാതെ SFIO മുന്നോട്ട്. സേവന സാമ്പത്തിക രേഖകൾ വീണ വിജയൻ SFIOയ്ക്ക് നൽകേണ്ടി വരും. KSIDC അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ. 4ാം ദിവസവും ആനയെ മയക്കുവെടി വെക്കാനാവാതെ വനം വകുപ്പ്. ബേലൂർ മഖ്ന വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് മാറി. മയക്കുവെടി വെക്കാതെ ദൗത്യ സംഘത്തെ പോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി UAEയിലേക്ക് യാത്ര തിരിച്ചു. അബുദാബി സ്പോർട്സ് സിറ്റിയിൽ ഇന്ന് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലെന്ന് നിയമസഭയിൽ സമ്മതിച്ച് ഭക്ഷ്യമന്ത്രി. ധനവകുപ്പ് പണം നൽകാത്തതിന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി GR അനിൽ. സപ്ലൈകോ പ്രതിസന്ധി ഭാര്യയ്ക്ക് മനസ്സിലായിട്ടും മന്ത്രിക്ക് മനസ്സിലായില്ലെന്ന് പ്രതിപക്ഷം. ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ച് തുടങ്ങി. അതിർത്തിയിലെ ബാരിക്കേഡ് തകർത്ത് കർഷകർ. ഡൽഹി ചലോയിൽ പങ്കെടുക്കാൻ കർഷകർ വരുന്നത് ട്രാക്ടറുകളിൽ. തലസ്ഥാനത്തെ തല്ലിപ്പൊളി റോഡ് നിർമ്മാണത്തെ വിമർശിച്ചതിന് പുലിവാല് പിടിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. കോർപ്പറേഷനെ മുതിർന്ന നേതാവ് പ്രതിരോധത്തിലാക്കിയത് ഗുരുതരമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. റിയാസിന്റെ മറുപടിയും കടകംപള്ളിക്ക് കുരുക്കായി. കഴിഞ്ഞ ദിവസമാണ് NIA PFIയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. ഭീമന്റെ ജാഫർ. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ NIA പുറത്തുവിട്ടിട്ടുണ്ട്. NIA വളരെ കാലമായി അന്വേഷിക്കുന്ന ഭീകരനായിരുന്നു ഭീമന്റെ ജാഫർ. ഇയാൾ കുറെ കാലങ്ങളായി കണ്ണൂരിൽ ഒളിവിലായിരുന്നു എന്നാണ് NIAക്ക് കിട്ടിയിരിക്കുന്ന വിവരം. കൈവെട്ട് കേസിലെ 1ാം പ്രതിയായ സവാദിനെ കണ്ണൂരിൽ നിന്ന് NIA പിടികൂടിയിരുന്നു. സവാദിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ജാഫറിലേക്ക് NIA കൊണ്ടുചെന്നെത്തിച്ചത്. ആരാണ് ഭീമന്റെ ജാഫർ? NIA നൽകുന്ന വിവരങ്ങൾ ഇവയൊക്കെയാണ്. ഭീമന്റെ ജാഫർ ആരാണ്? കണ്ണൂരിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡിലെ അംഗമാണ് ഭീമന്റെ ജാഫർ. മിഷൻ 2047 കണ്ണി. ഇന്ത്യയെ ഇസ്ലാമിക് രാജ്യമാക്കുക എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഒരു ആശയത്തിലെ മുഖ്യ കണ്ണിയാണ്. PFIയുടെ ആയുധ പരിശീലകൻ കൂടിയാണ് ഭീമന്റെ ജാഫർ. അതുകൊണ്ടാണ് ഹിറ്റ് സ്ക്വാഡിൽ അംഗമായത്.
കൂടുതൽ ആളുകളെ ആയുധ പരിശീലനം നൽകുവാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. കക്കാടംചാൽ സ്വദേശിയാണ് കണ്ണൂരിലെ. ഒളിവിൽ താമസിച്ചതും കണ്ണൂരിൽ തന്നെയാണ്. കുറെ വർഷങ്ങളായി കണ്ണൂരിൽ ഉണ്ടായിരുന്നു. സവാദിൽ നിന്നാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈവെട്ട് കേസിലെ പ്രതിയായ സവാദിൽ നിന്നാണ് ഇയാളിലേക്കുള്ള വിവരങ്ങൾ, PFI പ്രവർത്തകന്റെ വിവരങ്ങൾ കിട്ടിയത്. അതുമാത്രമല്ല, കക്കാടംചാൽ സ്വദേശിയായ ഇയാൾ കണ്ണൂരിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിലായിരുന്നു എന്ന വിവരവും NIAക്ക് കിട്ടിയിരുന്നു. അവസാനം രഹസ്യമായ ഒരു ഓപ്പറേഷനിൽ കൂടിയാണ് ഭീകരവാദ കേസിലെ 59ാം പ്രതി കൂടിയായ ഭീമന്റെ വിട ജാഫറിനെ NIA അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലേക്ക് ജാഫറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഡാനി പോൾ ഉണ്ട് കൊച്ചിയിൽ. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആയുധ പരിശീലകൻ ജാഫർ ഭീമന്റെ വിടയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ NIA പ്രത്യേക കോടതി 10 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്. ഈ കേസ് സംബന്ധിച്ച ഇയാളുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നുവെന്നതും പരിശീലനമടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ കസ്റ്റഡിയിലേക്കടക്കം വിട്ടുകൊടുത്തത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണം, ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുകയാണ്. ഇയാളുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു, പ്രത്യേകിച്ച് പരിശീലന ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെയായിരുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ കൃത്യതയോടുകൂടിയുള്ള അന്വേഷണം വേണം. കൂടുതൽ പേരിലേക്ക് അന്വേഷണം ചെന്നെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇയാൾക്ക് സാഹചര്യവും സൗകര്യവും എല്ലാം ഒരുക്കി കൊടുത്തവരിലേക്കും പരിശീലനം ആർക്കൊക്കെ ലഭിച്ചു, ആർക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചും ഇതിന് ആരാണ് നിയോഗിച്ചത് തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത് വലിയ സുരക്ഷാ ഭീഷണി തന്നെ ഉയർത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്ക് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2047 ഇത്തരമൊരു ആശയം ഇന്ത്യയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘം പ്രവർത്തിച്ചതെന്നാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. 60 അംഗങ്ങൾ ഇതിലുണ്ടായിരുന്നു. 60 പേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇതിൽ 59ാമതുകാരനാണ് ജാഫർ ഭീമന്റെ വിട. കൂടുതൽ പേരിലേക്ക് ഇനിയും അന്വേഷണം എത്താനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇയാളുടെ ആയുധ പരിശീലനം നൽകുക എന്നത് വളരെ തീവ്രവാദ സ്വഭാവമുള്ളത് തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പല ഓപ്പറേഷനുകൾക്കും ഇയാളുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു സംഘം ഉണ്ടായിരുന്നു, ഒരു കില്ലർ സ്ക്വാഡ് ഉണ്ടായിരുന്നു എന്നതാണ് NIAയുടെ അന്വേഷണം കണ്ടെത്തിയിട്ടുള്ളത്. അത് എത്തരത്തിലുള്ളതായിരുന്നു, എങ്ങനെയാണ് ഇതെല്ലാം തന്നെ നടപ്പാക്കിയത് തുടങ്ങിയ സംബന്ധിയായ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഇയാളുടെ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. 10 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ ഈ കേസ് സംബന്ധിയായി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഒപ്പം ഈ കണ്ണൂരിലായിരുന്നു ഇയാൾ ഒളിവിലിരുന്നത്. കണ്ണൂരിൽ നിന്ന് സമാനമായ രീതിയിൽ തന്നെ നേരത്തെ കൈവെട്ട് കേസിലെ പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്തരം ഒരു സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുന്നതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. NIAയുടെ അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ ഇതിലെല്ലാം ഉത്തരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. PFIയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയെയാണ് NIA കുടുക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുകയാണ് NIA ഇപ്പോൾ. PFIയുടെ ഒരു പ്രധാനപ്പെട്ടയാളാണ്, PFIയുടെ ഹിറ്റ് സ്ക്വാഡിലെ അംഗമാണ് ഭീമന്റെ വിട ജാഫർ. കൂടുതൽ വിവരങ്ങൾ NIA തേടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വാർത്തയിലേക്ക്. മാസപ്പടി അന്വേഷണത്തിന് ഇനി SFIOയ്ക്ക് തടസ്സമില്ല. ഇന്നലെ കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശം അത് SFIOയുടെ അന്വേഷണത്തിനെ സഹായിക്കുന്ന രീതിയിൽ ഉള്ളതാണ്. ഒരു തരത്തിലും ഉള്ള തടസ്സം SFIOയ്ക്ക് ഉണ്ടായിട്ടില്ല. ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ അറസ്റ്റും ചിലപ്പോൾ SFIOയ്ക്ക് സാധ്യമാകാതെ വന്നേക്കാം. പക്ഷേ അറസ്റ്റ് തൽക്കാലം ഇല്ല എന്ന് SFIO തന്നെ അറിയിച്ചിരുന്നതാണ്. ഇന്ന് KSIDCക്കെതിരെ ചില വാദങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ സഹകരിക്കുന്നില്ല KSIDC അന്വേഷണത്തോട് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാസപ്പടി അന്വേഷണത്തിന് ഇപ്പോൾ തടസ്സമില്ലാത്ത രീതിയിൽ SFIO മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, അത് കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ്, അത് SFIOയ്ക്ക് അനുകൂലമാണ്. വീണ വിജയൻ രേഖകൾ നൽകേണ്ടി വരും. അറസ്റ്റ് മാത്രമാണ് ഇപ്പോൾ SFIOയ്ക്ക് സാധ്യമാകാതെ വരുന്നത്. KSIDCയും അന്വേഷണത്തോട് സഹകരിക്കണം, അത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. അങ്ങനെ 2 ഹൈക്കോടതികളിൽ നിന്നും വന്നിരിക്കുന്ന നിർദ്ദേശം SFIOയ്ക്ക് അനുകൂലമാണ്. കേസിൽ ഇനി വരാൻ പോകുന്ന നീക്കങ്ങൾ, സേവനത്തിന്റെ വിവരം എക്സാലോജിക് SFIOയ്ക്ക് നൽകേണ്ടി വരും. CMRLനോട് വിവരം ആരാഞ്ഞിരുന്നു എന്നുള്ള കാര്യം, KSIDC വിവരം ആരാഞ്ഞിരുന്നു എന്നുള്ള കാര്യം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ രേഖകളും നൽകേണ്ടി വരും. ഇതൊക്കെയാണ് കേസിലെ അടുത്ത നീക്കങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സേവനത്തിന്റെ വിവരം എക്സാലോജിക് നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ CMRLനോട് KSIDC എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത്, ഇതേക്കുറിച്ചുള്ള രേഖകൾ വേണ്ടിവരും. CMRL മറുപടി നൽകിയിട്ടില്ല എന്ന് KSIDC അറിയിച്ചിരുന്നു. ഇതേക്കുറിച്ച്
എന്ത് രേഖയാണ് ഉള്ളത് എന്ന് ദേവൻ രാമചന്ദ്രൻ ജഡ്ജി ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി 26-ാം തീയതി നൽകാമെന്നാണ് KSIDC പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് KSIDC SFIയുടെ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ROC രേഖകൾ ആവശ്യപ്പെട്ടിട്ട് KSIDC കൊടുത്തില്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായിട്ടാണ് കേന്ദ്ര സർക്കാർ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ നിർണായകമാണ് SFIയുടെ അന്വേഷണങ്ങൾ. അടുത്ത വാർത്ത വയനാട്ടിൽ നിന്നാണ്. കഴിഞ്ഞ 4 ദിവസമായി വയനാട്ടിലെ ബേലൂർ മഖ്നയെ തേടി വനം വകുപ്പ് പിറകെ നടക്കുകയാണ്. പക്ഷേ ഇതേവരെ ബേലൂർ മഖ്നയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, മയക്കുപിടി വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഒരു കൃത്യമായ സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതേസമയത്ത് തന്നെയാണ് ജനങ്ങൾ വീണ്ടും ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ബേലൂർ മഖ്നയെ പിടിക്കാതെ വിടാൻ പറ്റില്ല ദൗത്യ സംഘത്തെ എന്ന്. മയക്കുപിടി സംഘം ആനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോഴും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആന മാറിക്കൊണ്ടിരിക്കുന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തടസ്സമായിരിക്കുന്നത്. ഏറുമാടത്തിൽ കയറി വെടിവെക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിലും ആന പക്ഷേ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. 4-ാം ദിവസമാണ് ഇപ്പോഴും. മയക്കുപിടി സംഘം ആനയ്ക്ക് പിന്നാലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണി വരെ ദൗത്യ സംഘം മയക്കുപിടി വയ്ക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ ദൗത്യ സംഘം തങ്ങളുടെ പ്രവർത്തനം തുടങ്ങി. പക്ഷേ ഇന്നും കൃത്യമായിട്ട് ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മണ്ണുണ്ടി എന്ന സ്ഥലത്തായിരുന്നു ആന. അവിടെ നിന്നും ആന മാറി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏത് രീതിയിലാണോ ആനയും വനംവകുപ്പും തമ്മിലുള്ള ഒളിച്ചുകളി നടക്കുന്നത് അതേപോലെ തന്നെയാണ് ഇന്നും. തിരുനെല്ലി പഞ്ചായത്തിൽ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയത്ത് തന്നെ വനം മന്ത്രിയുടെ വീട്ടിലേക്ക് UDF MLA-മാർ ഇന്ന് മാർച്ച് നടത്തി. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്കാണ് UDF-ന്റെ MLA-മാർ മാർച്ച് നടത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു UDF MLA-മാരുടെ മാർച്ച്. നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുന്നതിന് മുൻപാണ് UDF-ന്റെ MLA-മാർ വനം മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇതേ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. വനം മന്ത്രി ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. വനം മന്ത്രി ഒന്നും അറിയുന്നില്ല എന്നുള്ള കാര്യമാണ് UDF പറയുന്നത്. വികലമായ രീതിയിലാണ് വനം വകുപ്പ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജീവനാഗത കർക്കുകയാണ് ജീവിതമാഗത കർക്കുകയാണ് അയ്യയ്യേ നാണക്കേട് ജീവിക്കാനോ ഗതിയില്ല ജീവിതമാകെ പ്രതിസന്ധി കർഷകരാകെ രോഷത്തിൽ. ബഹുമാനായ വനം മന്ത്രി വയനാടിന്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ്. അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ്. ലാഘവത്വത്തോടുകൂടിയാണ് ഇതിനെ നേരിടുന്നത്. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ആകെ നീക്കിവെച്ചിരിക്കുന്നത് 48 കോടി രൂപയാണ്. ഒരു 100-ലൊന്ന് സ്ഥലത്ത് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കാൻ പോലും ഈ 48 കോടി രൂപ മതിയാവില്ല. അപ്പൊ ഗവൺമെന്റിന്റെ പൂർണ്ണമായ അവഗണന, നിഷ്ക്രിയത്വം. 7000-ഓളം പേര് നഷ്ടപരിഹാരം കിട്ടാതെ കാത്തിരിക്കുകയാണ്. 7000 പേർക്ക്, മരിച്ചവരുൾപ്പെടെ വെറും പാവങ്ങളാണ്. ആളുകൾ ആത്മഹത്യ ചെയ്തു. അതായത് പന്നി വന്ന് ആക്രമിച്ച് വാഴക്കൂട്ടങ്ങൾ തകർത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം കിട്ടാതെ കടബാധ്യതയിലായ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്തു. എന്നിട്ടും സർക്കാർ ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ കബളിപ്പിക്കുന്ന സ്ഥിതിയാണ്. പ്രതിപക്ഷം വനം മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. അതേസമയം വനം വകുപ്പ് വയനാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നാണ്. നാട്ടുകാർ ഇക്കാര്യത്തിൽ അമർഷത്തിലാണ്. കാരണം ദൗത്യ സംഘം 4 ദിവസമായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ആനയെ പിടികൂടാൻ കഴിയുന്നില്ല. വനം വകുപ്പ് എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് വയനാട്ടിൽ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയത്ത് തന്നെയാണ് വയനാട്ടിൽ കർഷക സംഘടനകൾ ഹർത്താലും ആചരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ അനീഷ് ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ എവിടെയാണ്? ഈ ദൗത്യ സംഘം എന്ത് പരിശ്രമമാണ് ഇന്ന് നടത്തുന്നത്? ഈ ആനയെ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടോ ദൗത്യ സംഘം?
തീർച്ചയായും 2-3 വട്ടം ഇന്ന് ആനയുമായി നേരിട്ട് കാണാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു. കുങ്കിയാനകളുമായി ആനയുടെ ഏതാണ്ട് അടുത്ത സ്ഥലത്ത് വരെ എത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഏതാനും 1/2 കിലോമീറ്റർ അപ്പുറത്ത് ആനയുണ്ട് എന്നാണ്. ഈ പോലീസുകാരും മറ്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ നിൽക്കുന്നു. ഒപ്പം കാട്ടിനുള്ളിൽ 2 നിരയായി ഉദ്യോഗസ്ഥരുടെ മറ്റൊരു സംഘം ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ബേഗൂർ ഭാഗത്തേക്കാണ് ഇരുമ്പുപാലത്തു നിന്നും ആദ്യം ആന പോയത്. ആ ഇരുമ്പുപാലം ഭാഗത്ത് വെച്ച് വെടിവെക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായിരുന്നു. അല്പസമയത്തിനകം വെടിവെക്കും എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും വന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആന അവിടുന്ന് മറ്റൊരു ഇടത്തേക്ക് മാറുകയായിരുന്നു. അതിനുശേഷം വീണ്ടും മണ്ണുണ്ടി മേഖലയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ഈ നിരയിലുള്ള വനത്തിനപ്പുറം ആനയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുങ്കിയാനകളും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ആനയെ പിന്തുടർന്ന് വന്നിരിക്കുന്നു. ആ മേഖലയിൽ നിന്നും വീണ്ടും ഇരുമ്പുപാലം ദിശയിലേക്ക് തന്നെ ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ആന നീങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ വെടിവെക്കുക ദുഷ്കരമായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചാൽ മാത്രമാവും വെടിവെച്ച് അതിനെ കീഴടക്കി കൊണ്ടുപോകാൻ കഴിയുക. എന്തായാലും നിലവിൽ ആ പരിശ്രമം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നടന്നതുപോലെ തന്നെയാണ് നടക്കുന്നത്. ഒരു വിജയകരമായ പരിസമാപ്തിയിലേക്ക് എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ ആന ദിശ മാറി പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം കൊടും കാടാണ്, വലിയ മരങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഇടങ്ങളാണ്. പൊന്തക്കാടുകൾ വലുതായുണ്ട്, കൊങ്ങിണിക്കാടുകൾ ഒരുപാടുണ്ട്. ഈ കൊങ്ങിണിക്കാടുകളിലേക്കുമൊക്കെ പെട്ടെന്ന് ആന മറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാട്ടിനുള്ളിലേക്ക് വെടിവെക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഇനി വെടിപ്പിഴച്ചാൽ ഈ ആന തിരിച്ച് ദൗത്യസംഘത്തിന് നേരെ വരുമോ എന്ന ഒരു ആശങ്കയും നിൽക്കുന്നു. അങ്ങനെ വന്നാൽ പിന്നീട് ജനവാസ കേന്ദ്രത്തിലേക്കാവും ആന പെട്ടെന്ന് ചാടി വീഴുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് ദൗത്യത്തിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന് ഫോറസ്റ്റ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. ജനങ്ങൾ വളരെ ക്ഷുഭിതരാണ്. കാരണം കഴിഞ്ഞ 3 ദിവസമായി പറയുന്ന അതേ കാര്യങ്ങളാണ് വനംവകുപ്പ് ആവർത്തിക്കുന്നത്. ഒരു തരത്തിലുമുള്ള പുരോഗതി ഈ ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നും അവർ പറയുന്നു. ഇന്ന് വൈകുന്നേരം വരെ നേരത്തെ ജനങ്ങൾ നമ്മളോടൊക്കെ പ്രതികരിച്ചപ്പോൾ ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. വൈകുന്നേരത്തിനുള്ളിൽ പിടികൂടിയില്ലെങ്കിൽ ഒറ്റ ഉദ്യോഗസ്ഥരെയും ഇവിടുന്ന് മടങ്ങാൻ അനുവദിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ദൗത്യം പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം വീണ്ടും ആനയുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം ഉള്ളത്. അനീഷ്, ഇപ്പോൾ ഈ ജനങ്ങൾ അമർഷം പങ്കുവച്ചിരുന്നു. അവരെന്താണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം ദൗത്യസംഘത്തെ തടഞ്ഞിരുന്നു. അപ്പോൾ ദൗത്യം മതിയാക്കി എന്തായാലും ദൗത്യസംഘത്തിന് തിരികെ പോകാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ? വനം വകുപ്പ് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരുമോ? അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ ദൗത്യം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ദൗത്യസംഘം ഇപ്പോഴും പറയുന്നില്ല. കാരണം ഈ ജനവാസ മേഖലകളിൽ തന്നെയാണ് ഇരുമ്പുപാലം, മണ്ണുണ്ടി, ചെമ്പകപ്പാറ മേഖലകളിൽ തന്നെ ഒരു 5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളത്. അവ ആന ഉൾക്കാട്ടിലേക്ക് പോകുന്നുമില്ല, എന്നാൽ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നുമില്ല. ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാത്തത് ഈ അതിർത്തിയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. ഒപ്പം കുങ്കിയാനകൾ ഉപയോഗിച്ച് മറുവശത്തേക്ക് ആനയെ തുരത്തി ഓടിക്കുന്നത് കൂടെ കൊണ്ടാണ്. പക്ഷേ ആനയുടെ സാന്നിധ്യം ഇവിടെ നിൽക്കുന്നത് തന്നെ ജനങ്ങൾക്ക് അങ്ങേയറ്റം പരിഭ്രാന്തിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ തിരുനെല്ലി പഞ്ചായത്തിലെ ജനജീവിതം ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിട്ട് 4 ദിവസമാകുന്നു. അജീഷിന്റെ മരണം നടന്ന അന്ന് മുതൽ എല്ലാ രീതിയിലുമുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. പുറത്തേക്ക് ഇറങ്ങരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ. സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നു. വനത്തിൽ ഒരു വിറക് ശേഖരിക്കാനോ അല്ലെങ്കിൽ ഈ കന്നുകാലി മേയ്ക്കലൊക്കെ ഉപജീവനമാക്കിയവർക്ക് ഒരു പുല്ല് ശേഖരിക്കാനോ പോലും കാട്ടിനുള്ളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം. ഈ കാപ്പിയും കുരുമുളകും ഒക്കെ വിളവെടുക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ അതിന്റെ വിളവെടുപ്പ് കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിവൃത്തി കെട്ടിരിക്കുന്നു. ഏത് വിധേനയും ഈ ആനയെ മയക്കൊടി വെച്ച് പിടികൂടുകയോ അല്ലെങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയോ വേണം. അങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യ ദിനം ഇതുപോലെ തന്നെ ഈ ദൗത്യം കഴിഞ്ഞ് മടങ്ങാൻ നേരം 5 മണിയായപ്പോൾ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ മടങ്ങുന്നു. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം നൽകും? ഞങ്ങളുടെ കോളനിയിൽ തന്നെ നിങ്ങൾ താമസിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ദൗത്യസംഘത്തെ തടഞ്ഞിരുന്നു. പിന്നീട് രാത്രി പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഊർജിതമാക്കാമെന്ന അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഉദ്യോഗസ്ഥരെ വിട്ടയച്ചത്. എന്തായാലും ഇന്ന് വൈകുന്നേരം പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി അനീഷ്, ഇപ്പോഴും ദൗത്യസംഘം പിന്നാലെ പോവുകയാണ് ആനയുടെ. പക്ഷേ ഇതുവരെ ആനയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയത്ത് തന്നെയാണ് കർഷക സംഘടനകൾ
വയനാട്ടിൽ വിവിധയിടങ്ങളിൽ ഹർത്താലും ഇന്ന് ആചരിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ കർഷക സംഘടനകൾ ഹർത്താൽ ആചരിക്കുന്നത്. മൂന്നാറിലും രാത്രിയിൽ കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി 8:30യോടെയാണ് SBIക്ക് സമീപം കാട്ടാന ഇറങ്ങിയത്. ടൂറിസ്റ്റുകൾ ആനയെ കണ്ട് പരിഭ്രമിച്ചു. മാങ്കുളം മേഖലയിൽ കറങ്ങി നടന്നിരുന്ന കാട്ടാനകളിലൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയ മൂന്നാർ ഭാഗത്തെത്തിയിരുന്നു. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലെത്തിയിരുന്ന ആനയെ തൊഴിലാളികൾ കാടുകയറ്റി. ഇതിനിടെയാണ് ഇന്നലെ രാത്രി 8:30ഓടെ ഒറ്റക്കൊമ്പുള്ള കാട്ടാന SBI മൂന്നാർ ശാഖയ്ക്ക് സമീപത്തെ പെട്ടിക്കടയ്ക്ക് പിൻഭാഗത്തെത്തിയത്. ഗൈഡുമാരുമൊത്ത് വിനോദസഞ്ചാരികൾ ചായ കുടിക്കുന്നതിനിടെ പട്ടി നിർത്താതെ കുരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സഞ്ചാരികളിൽ ഒരാൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത്. இதோட അവിടെ നിന്ന് எல்லாரும் பயந்தோடி. டூரிஸ்ட் மேகலை ஏரியா ஏரியா யானை இப்போ வந்து டவுன் வரைக்கும் பக்கத்தில் வரைக்கும் வந்துட்டு போயிருச்சு. இங்கே வந்துட்டு இப்போ ஒரு காரை வேற அடித்து உடைச்சிட்டு அவர் வந்துட்டு ஒரு 10 நிமிஷத்துக்கு முன்னாடி அந்த காரை நிப்பாட்டி விட்டு போனார். சப்போஸ் அந்த காரை நிப்பாட்டிட்டு இது போயிருந்தால் உயிர் நஷ்டங்களும் ஆயிருக்கக்கூடிய வாய்ப்புகளும் இருக்குது. அதனால் இதை வந்துட்டு நல்ல ஒரு ஃபாரஸ்ட் அதிகாரிகள் வந்துட்டு நல்ல ஒரு இது பண்ணி எங்களுக்கு ஒரு இது பண்ணி கொடுக்குற மாதிரி தயவோடு நான் கேட்டுக்கொள்கிறேன் மக்கள் சார்பில். ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ ആന തല്ലി തകർത്തു. വനം വകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് ആനയെ കാടുകയറ്റിയത്. ന്യൂസ് 18 മൂന്നാർ. അരിക്കൊമ്പനെ നാട് കടത്തിയിട്ടും ചിന്നക്കനാലിൽ കാട്ടാന ഭീതി ഇതുവരെ വിട്ടൊഴിയുന്നില്ല. ഏതാനും വർഷങ്ങളായി കാട്ടാന ആക്രമണം ഈ ഭാഗത്ത് അതിരൂക്ഷമാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2 ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. எங்கள் அப்பா தான் எனக்கு சின்ன பிள்ளையிலேருந்தே இந்த 17 வருஷமாக எங்கள் அப்பா தான் எங்களை பார்த்துக்கிட்டு இருந்தார். பர்த்தா இல்லை. ஆனால் என் பிள்ளைகளை இப்போ 17 வருஷமாக எங்கள் அப்பா தான் வேலை செஞ்சு அன்னாடு கூலி வேலை செஞ்சு தான் காப்பாற்றினார். சொந்த காட்டில் வேலை இருக்குன்னு செய்ய போயில ஆனை மிதிச்சிருச்சு எங்கள் அப்பாவை. எனக்கும் என் பிள்ளைகளுக்கு யாரும் எந்த உதவியும் இல்லாமல் இருக்கும். ആഴ്ചകൾക്ക് മുൻപാണ് ലൂർദ് മേരിയുടെ അച്ഛൻ സൗന്ദർരാജ് ചിന്നക്കനാൽ BL റാമിൽ വെച്ച് കാട്ടാനെ ആക്രമിച്ചത്. സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ആക്രമണം. തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. ഭർത്താവ് ഉപേക്ഷിച്ച ലൂർദ് മേരിക്കും 2 മക്കൾക്കും ഏക ആശ്രയമായിരുന്നു സൗന്ദർരാജ്. மூத்த மகன் மாத்திரம் பணிக்கு போகும், கூலி பணிக்கு போகும். என்னால் வேலை செய்ய முடியாது, எனக்கு சுகமில்லை. കൊച്ചുമകന്റെ കൺമുൻപിൽ വെച്ചാണ് സൗന്ദർരാജിനെ കാട്ടാനെ ആക്രമിച്ചത്. ആനക്കരയിൽ മുത്തശ്ശൻ പിടയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു ചെറുമകന്. திருப்பி நான் பார்த்துட்டேன், அவர் பார்க்கல. யானையை பார்த்தோன்னே சில போல நட்டுக்கு நின்றுட்டார், ஓட முடியலை. அந்த ஒன்று தான் நின்ன பிறகு தான் யானை வந்து என்ன துரத்திச்சு. நான் கீழே ஓடிட்டேன். திருப்பி அவரை முட்டி தள்ளி கீழே 2 கையை இப்படி பிடிச்சி தூக்கி வீசிட்டு திருப்பி யானை போன பிறகு நான் திருப்பி அவரை தூக்க போனேன். திருப்பி யானை என்னையை விரட்டினால நான் அண்ணனுக்கு ஃபோன் பண்ணி சொல்லிட்டேன், ஏன்னா இந்த மாதிரி யானை மீசி போட்டுச்சு. என்ன திருப்பி துரத்தின பிறகு தான் அவர் மேலே மரத்தை சாய்ச்சி போட்டது. நான் திருப்பி 5 ஏக்கர் இறங்கி கீழே அப்படியே ரோட்டுக்கு வந்துட்டேன். കഴിഞ്ഞ മാസം പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ പരിമളവും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അരിക്കൊമ്പന്റെ ശല്യം ഒഴിവായെങ്കിലും ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ആക്രമണങ്ങൾക്ക് അറുതിയായിട്ടില്ല. അരിക്കൊമ്പനെ മാറ്റുന്നതിനൊപ്പം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു സുരക്ഷാ നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ പലയിടങ്ങളിലും വന്യജീവി ആക്രമണം രൂക്ഷമാകുമ്പോൾ മറ്റൊരു രീതിയിലാണ് വനം വകുപ്പ് ഇതിനെ നേരിടുന്നത്. താൽക്കാലിക വനം വകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിടുകയാണ് വനം വകുപ്പ്. ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള വാച്ചർമാരെ പിരിച്ചുവിടുന്നത് പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 9-നാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, ദേവികുളം, നേര്യമംഗലം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകളിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. മാർച്ച് 31-ന് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. വനവികസനം ഉൾപ്പെടെയുള്ള ബജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലിയാണ് നഷ്ടമാവുക. ഈ ബജറ്റ് ഹെഡുകൾ വഴി വരുന്ന പണമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളമായി നൽകിയിരുന്നത്. 925 രൂപ ദിവസവേതനം പറയുന്നുണ്ടെങ്കിലും പ്രതിമാസം ഇവർക്ക് ലഭിക്കുന്നത് 15,000 രൂപ മാത്രമാണ്. 30 ദിവസം പൂർണ്ണമായി ജോലി ചെയ്തിട്ടും പകുതി ശമ്പളമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ലഭിക്കുന്നത്. ഇതും മാസങ്ങളായി കുടിശ്ശികയാണെന്നും ആരോപണമുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ കൂടിയാണ് താൽക്കാലിക വാച്ചർമാരുടെ പിരിച്ചുവിടലും ഉണ്ടായിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂരിൽ പന്നിയാമലയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുപിടി വെച്ചു. കടുവയെ കൂട്ടിലാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്.
രാവിലെ ടാപ്പിങ്ങിന് ഇറങ്ങിയ ആളാണ് കണ്ടത്. റോഡിന് ക്രോസ് കിടക്കുന്നത്. അവർ പേടിച്ചോടി അടുത്തുള്ള വീട്ടിലെല്ലാം അറിയിച്ച് വനം വകുപ്പിൽ അറിയിച്ചു. അവർ വന്ന് രാവിലെ ഒരു 5:55 ഞാൻ ന്യൂസ് പേപ്പർ വിതരണം ചെയ്യുന്നതാണ്. അവിടെ എത്തിയപ്പം ഇങ്ങനെ 2-3 ആൾക്കാർ കുടിയിരിക്കുന്നത് കണ്ടിട്ട് എന്നാന്ന് ചോദിച്ചപ്പോൾ കടുവ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയെന്ന് പറഞ്ഞു. അല്ല നമ്മൾ അന്തിനും RRTൻ്റെ ആൾക്കാർ വന്നു. RRTൻ്റെ ആൾക്കാർ വന്ന് അവരുടെ ഒപ്പം ഞങ്ങൾ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് ആക്കി ചാടുക ചെയ്തേ. കഴിഞ്ഞ് അന്നത്തേന് തന്നെ എല്ലാവരും നാട്ടുകാരെല്ലാം അറിഞ്ഞു. വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ആൾക്കാരെല്ലാം ബ്ലോക്ക് ചെയ്ത് പോലീസും വന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കുറേ മൈക്കോടി വെക്കാൻ വന്ന ആൾക്കാർക്കെല്ലാം കുറേ സൗകര്യമായി. ഇല്ലായിരുന്നെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇല്ലെങ്കിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ഭയമാണിപ്പോൾ. രാവിലെ പേപ്പർ ഇടുന്നതിനും ടാപ്പിംഗ് തൊഴിലാളികൾക്കെല്ലാം ഭയങ്കര ഭയം തന്നെയാണ്. ഈ പന്നി, മാന്, മലാൻ, ആനേൻ്റെ മുന്നിൽ നിന്നും പന്നീൻ്റെ മുന്നിൽ നിന്നും ജസ്റ്റ് മിസ്സിങ് ആയതാണ് പല പ്രാവശ്യം. ടാപ്പിംഗ് തൊഴിലാളികളും അതേപോലെ തന്നെ പടക്കം ഗുണ്ടും കയ്യിൽ പിടിച്ചിട്ടാണ് റബ്ബർ വെട്ടാൻ പോകുന്നത്. കടുവ ഇത് ഒരു ഒറ്റനോട്ടത്തിലൊക്കെ കാണുമ്പോൾ ഇറ്റ് ഇസ് ഹെൽത്തി. വേറെ മുറിവോ പരിക്കോ ഒന്നുമില്ല. അവിടെ ഉള്ള കേബിളിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുടുങ്ങിയത് കൊണ്ടുള്ള ഒരു ചെറിയ ഇതുണ്ട്, ചെറിയ ഒരു ഇഞ്ചുറി ഉണ്ട്. അത് മാത്രമാണ്. അതിൻ്റെ കയ്യിൽ ഒരു ചെറിയ പരിക്കുണ്ട്. ഈ കേബിളിൽ കുടുങ്ങിയത് കൊണ്ടുള്ള പരിക്കുണ്ട്. അത് മാത്രമാണ്. ബാക്കി വേറെ ഒന്നും പരിക്ക് ഇപ്പോൾ കാണുമ്പോൾ ഒന്നുമില്ല. മേ ബി ഇൻസൈഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയില്ല. അത് പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം അത് എവിടെ വിടണം എന്നുള്ളത് മിക്കവാറും വന്യജീവി സങ്കേതങ്ങളിലും നമുക്ക് കൊണ്ടുപോയി വിടുന്നതാണ് നമ്മുടെ ഒരു പ്ലാനായിരുന്നു. നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത് സപ്ലൈകോയിലെ പ്രശ്നങ്ങളാണ്. അവശ്യ സാധനങ്ങൾ സപ്ലൈകോയിൽ ഇല്ല എന്ന കാര്യം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചു. ധനവകുപ്പ് ആവശ്യത്തിനുള്ള പണം തന്നില്ല സപ്ലൈകോയ്ക്ക് എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്ന GR അനിൽ മന്ത്രി പക്ഷേ ഇന്ന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയാണ് നിയമസഭയിൽ സംസാരിച്ചത്. നിയമസഭയിൽ പ്രതിരോധത്തിലാവുകയായിരുന്നു ഇന്ന് ഭക്ഷ്യമന്ത്രി. സബ്സിഡി ഇനങ്ങൾക്ക് ക്ഷാമമുണ്ട് എന്നുള്ള കാര്യം നിയമസഭയിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ധനവകുപ്പ് പണം നൽകാത്തത് അദ്ദേഹം പക്ഷേ മറച്ചുവെച്ചു. കേന്ദ്രമാണ് ഇതിന് കാരണം എന്ന് മന്ത്രി GR അനിൽ നിയമസഭയിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിൽ ഇന്ന് കുഴങ്ങുകയായിരുന്നു ഭക്ഷ്യമന്ത്രി. പ്രതിരോധത്തിലാക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു ഭക്ഷ്യമന്ത്രിയെ. മന്ത്രി മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഷാഫി പറമ്പിൽ MLA നിയമസഭയിൽ ഓർമ്മിപ്പിച്ചു. സപ്ലൈകോയ്ക്ക് കുടിശ്ശികയെന്ന് നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നു. CPI കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. മന്ത്രിയുടെ ഭാര്യയ്ക്കും ഇതറിയാം. CPI കൗൺസിലിലുള്ള മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഇക്കാര്യം അറിയാമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. മന്ത്രി മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ മന്ത്രി മറന്നുപോയോ എന്ന് പ്രതിപക്ഷം ചോദിച്ചു. സപ്ലൈകോയ്ക്ക് കുടിശ്ശിക ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ചില സബ്സിഡി ഇനങ്ങൾക്ക് കുറവുണ്ട് സപ്ലൈകോയിൽ, പക്ഷേ ധനം വകുപ്പ് പണം നൽകാതെ വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ള കാര്യം നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രതിപക്ഷം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. നിയമസഭയിൽ ഇന്ന് നടന്ന പ്രതിപക്ഷ ഭരണപക്ഷ വാക്തർക്കത്തെക്കുറിച്ച് ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവുണ്ട് എന്ന കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് UDFന് വേണ്ടി ഷാഫി പറമ്പിൽ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കടുത്ത അനാസ്ഥയാണ് സാധാരണക്കാരായ ആളുകളോട് ഉണ്ടാകുന്നതെന്നും ഇതുമൂലം ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകൾക്ക് അവശ്യ സാധനങ്ങൾ കിട്ടാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അതോടൊപ്പം CPIയുടെ സംസ്ഥാന കൌൺസിൽ ഇരിക്കുന്ന മന്ത്രിയുടെ ഭാര്യയ്ക്ക് വരെ കാര്യം മനസ്സിലായിട്ടും ഭക്ഷ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്നും ഷാഫി പറമ്പിൽ പരിഹസിച്ചു. ഞങ്ങളൊരു ജനകീയ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതിന്റെ ആത്മാർത്ഥത CPIയുടെ സംസ്ഥാന കൌൺസിലിൽ ഇരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട പത്നിക്ക് പോലും മനസ്സിലായിട്ട് അങ്ങ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉടലെടുത്തതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. അതോടൊപ്പം തന്നെ സർക്കാരാണ് സപ്ലൈകോയെ തകർത്തതെന്നും തിരിച്ചു കയറാൻ ആകാത്ത വിധം സപ്ലൈകോ പ്രതിസന്ധിയിലാണെന്നും സോപ്പും ചീപ്പും കണ്ണാടിയും മാത്രമാണ് സപ്ലൈകോയിൽ അവശേഷിക്കുന്നതെന്നും അവശ്യ സാധനങ്ങൾ നൽകുക അല്ലെങ്കിൽ വിപണി ഇടപെടൽ നടത്തുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ സപ്ലൈകോ പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. സപ്ലൈകോയ്ക്ക് പൊതുവിപണിയിൽ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. നിങ്ങൾ സപ്ലൈകോയെ പൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഗവൺമെന്റ് ആണ് ഈ സ്ഥാപനത്തെ തകർത്തത്. ഈ സ്ഥാപനം തകർന്നു. അതേസമയം സപ്ലൈകോയിൽ സാധനങ്ങളുടെ അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യം ഉണ്ട് എന്നത് വസ്തുതയാണെന്നും
കഴിഞ്ഞ 2 മാസമായിട്ടാണ് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നതെന്നുമായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ മറുപടി. അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം സപ്ലൈകോ അപ്പാടെ തകർന്നു എന്ന തരത്തിൽ നടക്കുന്ന പ്രചാരണങ്ങൾ തെറ്റാണ്. 25 പുതിയ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, വിൽപ്പനശാലകൾ LDF സർക്കാർ നിലവിൽ വന്നതിന് ശേഷം സ്ഥാപിച്ചു. അതോടൊപ്പം 78ഓളം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നവീകരിക്കുകയും ചെയ്തു. ഈ വസ്തുത നിലനിൽക്കെയാണ് സപ്ലൈകോയ്ക്കെതിരെ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ പ്രതിപക്ഷം നടത്തുന്നതെന്നായിരുന്നു മന്ത്രി GR അനിലിന്റെ മറുപടി. സാർ, ഇപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. സാർ, അത് സപ്ലൈകോയെ ആകെ തകർച്ചയിലാണ് എന്ന് വരുത്തി അതിൻ്റെ വിടവിലൂടെ കേരളത്തിലെ ചില്ലറ വിൽപ്പന മേഖലയിലേക്ക് കുത്തക കമ്പനികൾ വരാൻ ശ്രമിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുമ്പോൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യവും സഭയിൽ ഇന്ന് ഉടലെടുത്തു. വലിയ തരത്തിൽ, അതായത് ഷാഫി പറമ്പിൽ 12 മിനിറ്റ് നീണ്ട പ്രസംഗം നടത്തിയിട്ടും അവിടെ ഒന്നും കേന്ദ്ര അവഗണനയെക്കുറിച്ച് പരാമർശിക്കാതെ ഇരുന്നത് കേന്ദ്രവും സംസ്ഥാനത്തെ UDFും തമ്മിൽ നിലനിൽക്കുന്ന അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് എന്നും മന്ത്രി GR അനിൽ സഭയിൽ പ്രതികരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഡൽഹി വീണ്ടും കർഷക സമരത്തിന് വേദിയാവുകയാണ്. ഇന്ന് കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. രാവിലെ 10 മണിയോടുകൂടി തന്നെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഉള്ള കർഷകർ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ബാരിക്കേഡുകൾ തീർത്താണ് ഈ സമരത്തെ ഡൽഹി പോലീസ് നേരിടുന്നത്. വലിയ പോലീസ് സന്നാഹമാണ് അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഈ ബാരിക്കേഡുകൾ തകർക്കുവാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡൽഹിയിലേക്ക് വലിയ ട്രാക്ടറുകളിലാണ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കർഷകർ വന്നുകൊണ്ടിരിക്കുന്നത്. 20,000-ഓളം ട്രാക്ടറുകൾ ഉണ്ടാവുമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പല ഭാഗങ്ങളിലേക്കും ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകുവാനുള്ള ശ്രമമാണ് കർഷക സംഘടനകളുടെ പ്രവർത്തകർ നടത്തുന്നത്. അതേസമയം കണ്ണീർ വാതകം പ്രയോഗിക്കുന്നുണ്ട് പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗത്തെയുമാണ് പല ഭാഗങ്ങളിലും വിന്യസിച്ചിരിക്കുന്നത്. ഡൽഹിയിലേക്ക് പ്രവർത്തകരെ കയറ്റില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്നത്. ഇതുവരെ ഡൽഹിയിലേക്ക് കടക്കുവാൻ കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. താങ്ങുവില ഉറപ്പാക്കുക പോലെയുള്ള ആവശ്യങ്ങളാണ് ഇത്തവണയും കർഷക സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ കർഷക സമരത്തിൽ പങ്കെടുത്ത പല സംഘടനകളും ഈ സമരത്തിൽ ഇല്ല. എങ്കിൽ പോലും പഞ്ചാബിലെയും ഹരിയാനയിലെയും പല കർഷക സംഘടനകളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഇതേ ദൃശ്യങ്ങളാണ് ഡൽഹി ഹരിയാന അതിർത്തിയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരം? ഡൽഹിയിലേക്ക് കടക്കുന്നതിനായി കർഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? മഞ്ജുഷ്, സമരവുമായി മാർച്ചുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷകർ. രാവിലെ 10 മണിയോട് കൂടി തന്നെ കർഷകർ മാർച്ച് ആരംഭിച്ചു. ഡൽഹി ചലോ മാർച്ച് ആരംഭിച്ചു. എന്നാൽ പഞ്ചാബിൽ കർഷകരെ തടയുന്ന സമീപനമല്ല പോലീസ് സ്വീകരിച്ച്. പ്രത്യേകിച്ച് രാജ്പുര ബൈപ്പാസ് ഒക്കെ കടന്നുകൊണ്ട് കർഷകർ പിന്നീട് ഹരിയാന അതിർത്തിയിലേക്ക് എത്തി, ശംഭു അതിർത്തിയിലേക്ക് എത്തി. എന്നാൽ ശംഭു അതിർത്തിയിൽ വെച്ച് ഹരിയാന പോലീസ് കർഷകരെ തടയുകയായിരുന്നു. ബാരിക്കേഡ് ഉപയോഗിച്ചായിരുന്നു കർഷകരെ തടഞ്ഞത്. തുടർന്ന് ബാരിക്കേഡുകൾ മറികടന്ന് കർഷകർ ഡൽഹി ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായത്. ഡ്രോണുകൾ ഉപയോഗിച്ചും ഈ കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് തുടർന്ന് കർഷകർ പിരിഞ്ഞു പോകില്ല നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ കർഷകർ ഉള്ളത്. കർഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം, ഒരു തരത്തിലും പിരിഞ്ഞു പോകില്ല. നിലവിൽ തടയുകയാണെങ്കിൽ അവിടെ തുടരാനും അടുത്ത ഘട്ടമെന്ന നിലയിൽ ഡൽഹി ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ള തീരുമാനമാണ് കർഷകർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് ആകട്ടെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ മാത്രമല്ല, ഇപ്പോൾ ആദ്യഘട്ടം എന്നതിൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നിന്ന് പരമാവധി കർഷകരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതല്ല, ഹരിയാന അതിർത്തി കടക്കുകയാണെങ്കിൽ ഡൽഹി അതിർത്തി അടക്കാതിരിക്കാനുള്ള ഒരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതായത് ബാരിക്കേഡുകൾക്ക് മുകളിൽ, ബാരിക്കേഡുകൾ ഏതാണ്ട് വിവിധ തട്ടുകളായി നിരത്തിക്കൊണ്ട് അതിന് മുകളിൽ മുള്ളുവേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺക്രീറ്റ് സ്ലാബുകൾ സിമന്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ കണ്ടെയ്നറുകൾ നിരത്തിക്കൊണ്ട് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിലും കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കരുതെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. മാത്രവുമല്ല, ഡൽഹിയിലെ വിവിധ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് മെട്രോ സ്റ്റേഷനുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷ ഇതിനോടകം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കർഷകർ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അത് വിജയം കണ്ടുകൊണ്ട് മാത്രമേ പിന്മാറുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷകരുള്ളത്. ഏതായാലും രാകേഷ്, കഴിഞ്ഞ തവണത്തെ കർഷക സമരം, ഡൽഹിയെ വിറപ്പിച്ച കർഷക സമരം, കർഷക നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതരാക്കിയ കർഷക സമരം, ആ ഒരു ശക്തി ഇത്തവണത്തെ കർഷക സമരത്തിനുണ്ടോ? അന്ന് കർഷക സമരത്തിൽ പങ്കെടുത്ത സംഘടനകൾ അതിൽ പലതും ഇത്തവണത്തെ സമരത്തിൽ ഇല്ലല്ലോ. ഇത്തവണത്തെ സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണ പങ്കെടുത്ത ചില സംഘടനകൾ വിട്ടുനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും 100-ലധികം സംഘടനകൾ ഇപ്പോഴത്തെ കർഷക സമരത്തിനുണ്ട് എന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ കാർഷിക പരിഷ്കരണ നിയമം പാസാക്കിയതിന് പിന്നാലെയായിരുന്നു കർഷകർ സംഘടിച്ചത്. അത് പിന്നീട് കേന്ദ്ര സർക്കാരിന് ആ നിയമം പിൻവലിക്കേണ്ടി വരികയും ചെയ്തു, സമരം ശക്തമായതിനെ തുടർന്ന്. ഏതായാലും ഇപ്പോൾ 5 ആവശ്യങ്ങളാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് താങ്ങുവില സംബന്ധിച്ച ഉറപ്പ് അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം താങ്ങുവിലയ്ക്ക് നിയമ സംരക്ഷണം നൽകുമെന്നൊരു ഉറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണത്തെ ചർച്ചകളിലുണ്ടായിരുന്നു. പക്ഷേ ഈ സമരം പിൻവലിച്ച ശേഷം അത് പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, അന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്കെതിരെ കേസെടുത്തിരുന്നു, അത് പിൻവലിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് രണ്ടാമതായി മുന്നോട്ട് വെക്കുന്നത്. മൂന്നാമതായി കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അന്ന് ആ കാലത്ത് തന്നെയാണ് യുപിയിലെ ലഖിംപൂർ കേരിയിൽ വെച്ച് കർഷക സമരത്തിന് നേരെ വാഹനം ഓടിച്ചു കയറ്റുന്ന കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനം ഓടിച്ചു കയറ്റിയത്. അന്ന് അവിടെ കൊല്ലപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നീതി ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ സമരത്തിന് പിന്നോട്ടില്ലെന്നാണ് ആവർത്തിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സംഘർഷ സമാനമാണ് സാഹചര്യം. ശംഭു അതിർത്തിയിലാണ് വലിയ സംഘർഷ സമാനമായ സാഹചര്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ. രാകേഷ്, ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നുണ്ടല്ലോ. കർഷകർക്ക് ഈ ഡൽഹി അതിർത്തിയിൽ ഒരിടത്തേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? ഹരിയാന അതിർത്തി കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നാണോ? ഡൽഹി അതിർത്തിയിലേക്ക് ഈ ഘട്ടത്തിൽ കർഷകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതായത് പഞ്ചാബിൽ നിന്നാണ് കൂടുതൽ കർഷകരുള്ളത്. അപ്പോൾ പഞ്ചാബിൽ നിന്ന് ഹരിയാന കടന്ന് വേണം ഇവർക്ക് ഡൽഹിയിലെത്താൻ. അപ്പോൾ ഇപ്പോൾ ശംഭു അതിർത്തി എന്ന് പറയുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയാണ്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും സംഘർഷസമാനമായ സാഹചര്യമുള്ളത്. ഏതായാലും കർഷകർ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും ഈ പിന്നോട്ട് പോകില്ല. നിലവിൽ അവിടെ തുടരേണ്ടി വന്നാൽ പോലീസ് വലിയ രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ, വലിയ സന്നാഹവുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ അവിടെ തുടരേണ്ടി വന്നാൽ അവിടെ തന്നെ തുടരും. അതിനുള്ള ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ തന്നെ കരുതിയിട്ടുണ്ട്. ഇതെല്ലാം ഉറപ്പിച്ചാണ് കർഷകർ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ തുടരും. അടുത്ത ഘട്ടം എന്ന നിലയിൽ വീണ്ടും ഡൽഹിയിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഹരിയാന പോലീസ് ഇപ്പോൾ ട്രാക്ടറുകളും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഏതാണ്ട് 2000-ലധികം ട്രാക്ടറുകളുമായാണ് കർഷകർ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശംഭു അതിർത്തിയിൽ വെച്ച് പല ട്രാക്ടറുകളും പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സംഘർഷം ഈ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മഞ്ജുഷ്, ശരി. വീണ്ടും കർഷക സമരത്തിന് ഡൽഹി വേദിയാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഡൽഹിയിലേക്ക് കർഷകർ വരുന്നത് തടയും എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഹരിയാനയിൽ കർഷകരെ തടയുകയാണ്. പഞ്ചാബിൽ നിന്നാണ് കൂടുതൽ കർഷകരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. നിയമസഭ ഇന്ന് കൂടുന്ന സമയത്ത് തന്നെയാണ് നിയമസഭയിലേക്കുള്ള മാർച്ച്. ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയിരുന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായി മുടങ്ങുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.
കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോഴും നിയമസഭയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. അതിനടുത്ത് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിൽക്കുകയാണ്. വി അരുൺ ഉണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഓരോ മാസവും വർദ്ധിക്കുന്നു. ക്ഷേമ പെൻഷൻ വിതരണം സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് മറ്റു വഴിയില്ലാതെ നിൽക്കുമ്പോഴും ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിന് നേരെ ബാരിക്കേഡ് മറിച്ച പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജലവീരേക്ക് പ്രയോഗിച്ചു. ഇപ്പോഴും പ്രവർത്തകർ അവിടെ നിന്ന് മാറിപ്പോകാതെ തുടരുകയാണ്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചിലാണ് പോലീസിന് നേരെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും പോലീസ് ജലവീരേക്ക് പ്രയോഗിക്കുകയും ചെയ്തത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയുടെ മുന്നിലേക്ക് വരാൻ എന്തായാലും പ്രവർത്തകരെ പോലീസ് അനുവദിച്ചിട്ടില്ല. ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകരെ തടയുകയാണ് ചെയ്തത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ സമരക്കാർ അവിടെ കൂടി നിൽക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രകോപനത്തിന് അയവില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. പോലീസും അങ്ങോട്ട് പോകണേ. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് മാർച്ച് തടഞ്ഞു. പോലീസുമായിട്ട് വാക്കേറ്റം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അടുത്ത വാർത്തയിലേക്ക്. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE യാത്ര തിരിച്ചു. അബുദാബിയിൽ അദ്ദേഹം ഇന്ന് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ഉണ്ടാവുക. അതുകൂടാതെ UAE പ്രസിഡന്റുമായി പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉണ്ടാകും. നാളെയാണ് അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം
പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, 2015 തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം ഇപ്പോൾ 7ാമത്തെ സന്ദർശനത്തിൽ എത്തി നിൽക്കുകയാണ്. UAEയുമായി ദൃഢമായ ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. ഈ ഒരു സന്ദർശനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്? നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കാൻ എന്തെല്ലാം കൂടിക്കാഴ്ചകൾ ഉണ്ടാവും UAEയിൽ? അതിനുശേഷം ഖത്തർ സന്ദർശനവും ഉണ്ടാവുമല്ലോ. മഞ്ജുഷ, പ്രധാനമന്ത്രിയുടെ UAE ഒപ്പം തന്നെ ഖത്തർ സന്ദർശനത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. 12 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് അബുദാബിയിലേക്ക് തിരിച്ചത്. 2:30 പ്രധാനമന്ത്രി അബുദാബിയിലെത്തും. ഏതായാലും ആദ്യത്തെ കൂടിക്കാഴ്ച UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഏതായാലും 7ാമത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ 7ാമത്തെ സന്ദർശനമാണ് UAE ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏതായാലും പ്രധാനമന്ത്രി അല്പം മുമ്പ് യാത്ര തിരിക്കും മുമ്പ് വ്യക്തമാക്കിയ കാര്യം, നയതന്ത്ര തലത്തിൽ ബന്ധം ഊഷ്മളമാകുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകൾ പ്രധാനമന്ത്രി തന്റെ ട്വീറ്റിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആദ്യ കൂടിക്കാഴ്ച UAE പ്രസിഡന്റുമായാണ്. അതിനുശേഷം വൈകിട്ടാണ് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക. അതായത് ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന അഹ്ലൻ മോദി എന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. നേരത്തെ 70,000-ലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. GCC തന്നെ ഏറ്റവും വലിയ പരിപാടിയാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ വിവിധ സംഘടനകൾ, ഇന്ത്യൻ സംഘടനകളുടെയും ഒപ്പം തന്നെ നയതന്ത്ര കാര്യാലയത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ കണക്കിലെടുത്ത് 40,000 പേർക്ക് മാത്രമായിരിക്കും ഇപ്പോൾ പ്രവേശനം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഏതായാലും വൈകിട്ടാണ് ഈ പരിപാടി അഹ്ലൻ മോദി എന്ന പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. നാളെയും പ്രധാനമന്ത്രിക്ക് 2 പരിപാടികളുണ്ട്. അതായത് ആദ്യം അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി രാവിലെയാണ് ഈ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം ആണ് ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അബുദാബിയിൽ നിന്ന് ഖത്തറിലേക്ക് പ്രധാനമന്ത്രി യാത്ര തിരിക്കുക. ഏതായാലും ഖത്തർ സന്ദർശനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൊന്നും തന്നെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാവികരുമായ വിഷയങ്ങൾ പരാമർശിച്ചിരുന്നില്ല. ഏതായാലും ഈ സന്ദർശനത്തിൽ സ്വാഭാവികമായും ഈ മുൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ മോചനം സാധ്യമാക്കിയതിൽ ഖത്തർ അമീറിന് സ്വാഭാവികമായും ഇന്ത്യ നന്ദി അറിയിക്കും. ഏതായാലും നാളെ ഉച്ചയ്ക്കായിരിക്കും ഖത്തറിലേക്ക് പ്രധാനമന്ത്രി അബുദാബിയിൽ നിന്ന് യാത്ര തിരിക്കുക. മഞ്ജുഷ്. ശരി രാകേഷ്, 2 ദിവസത്തെ UAE സന്ദർശനത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. UAEയിൽ പ്രധാനമന്ത്രിയുടെ 7ാമത്തെ സന്ദർശനമാണ് ഇത്. 2015 പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി ആദ്യമായി UAEയിൽ എത്തിയത്. ഈ കഴിഞ്ഞ 8 മാസത്തിനിടെ അദ്ദേഹം പലതവണ UAE സന്ദർശനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ UAEയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നു, ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. അടുത്ത വാർത്തയിലേക്ക്. കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായിരിക്കുകയാണ് CPM സംസ്ഥാന സമിതിയിൽ ഉയർന്നിരിക്കുന്ന വിമർശനം. തലസ്ഥാനത്തെ റോഡ് വികസനത്തെ ചൊല്ലി ആദ്യം വിമർശനം ഉന്നയിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. അത് കോർപ്പറേഷനെ, CPM ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലായിപ്പോയി എന്നാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശമാണ് മുതിർന്ന നേതാവ് എന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയത് എന്ന കുറ്റപ്പെടുത്തലുമുണ്ട്. അതായത് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇക്കാര്യത്തിൽ ചില നടപടി ഉണ്ടായേക്കാം എന്ന സംശയവും ശക്തമായിട്ട് വരുന്നുണ്ട്. ഇതേ വിഷയത്തിൽ തന്നെയാണ് PWD മന്ത്രി മുഹമ്മദ് റിയാസ് വ്യത്യസ്തമായ ഒരു നിലപാടുമായി രംഗത്തെത്തിയതും അതും ശ്രദ്ധേയമാണ്. കടകംപള്ളിയും മുഹമ്മദ് റിയാസും തമ്മിൽ കൊമ്പ് കോർക്കുന്നോ എന്ന രീതിയിലുള്ള വിമർശനവും ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. എന്നാൽ റിയാസിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന കടകംപള്ളി വിശദീകരണവും നൽകിയിരുന്നു. പാർട്ടി ഭരിക്കുന്ന കോർപ്പറേഷനെ വിമർശിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം കടകംപള്ളി സുരേന്ദ്രനെതിരെ. കടകംപള്ളി കുടുങ്ങുമോ എന്ന ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത്. കടകംപള്ളിക്കെതിരെ CPM രംഗത്തെത്തിയിരിക്കുന്നു. തലസ്ഥാന റോഡുകളെക്കുറിച്ച് പറഞ്ഞതിനാണ് ഇങ്ങനെയൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. പാർട്ടി ഭരിക്കുന്ന കോർപ്പറേഷനെ വിമർശിച്ചു എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ നടത്തിയിരിക്കുന്ന കുറ്റം. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് VV അരുൺ നൽകും. മേയർ ആര്യരാജേന്ദ്രനെ വേദിയിലെത്തി ജില്ലാ വികസന സെമിനാറിൽ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പരോക്ഷ വിമർശനങ്ങളാണ്, പ്രത്യേകിച്ച് നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ പഴിചാരി നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. അത് നഗരസഭാ ഭരണത്തെയും അതുപോലെ പൊതുമരാമത്ത് വകുപ്പിനെയും എതിരെയുള്ള കടകംപള്ളിയുടെ ആക്ഷേപതരത്തിൽ വിമർശനങ്ങളുണ്ടായി. അതിന് മറുപടിയായി മറ്റൊരു വേദിയിൽ, പൊതുവേദിയിൽ മന്ത്രി V ശിവൻകുട്ടിയും ആര്യരാജേന്ദ്രൻ മേയർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ മുഹമ്മദ് റിയാസ് മന്ത്രി മറുപടി നൽകി. അതോടുകൂടിയാണ് വിവാദം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നത്. കടകംപള്ളിക്ക് മറുപടിയുമായി മുഹമ്മദ് റിയാസ് എത്തി, പരോക്ഷ വിമർശനമായി എത്തി
നൽകിയ തരത്തിലായിരുന്നു വ്യാഖ്യാനങ്ങൾ. ഏതായാലും അത് CPM-ൽ വലിയ ചർച്ചയ്ക്ക് വച്ചിരിക്കുകയായിരുന്നു. സ്വാഭാവികമായും മുഹമ്മദ് റിയാസ് കടകംപള്ളിക്കെതിരെ CPM നേതൃത്വത്തിന് പരാതി നൽകിയ തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും കടകംപള്ളിയുടെ നടപടി ഗുരുതരമായ പിഴവായാണ് CPM നേതൃത്വം കാണുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ പോലെ മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമായാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭ CPM ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. BJP-യിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന തദ്ദേശ സ്ഥാപനമാണ്. അങ്ങനെയൊരു തദ്ദേശ സ്ഥാപനത്തിനെതിരെ ഒരു പരോക്ഷ വിമർശനമെങ്കിൽ പോലും കടകംപള്ളിയെ പോലെ മുതിർന്ന നേതാവ് ഉന്നയിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമാകും. അതുകൊണ്ട് കടകംപള്ളിയുടേത് ഗുരുതരമായ ഇടപെടലായിപ്പോയി, തെറ്റായ ഇടപെടലായിപ്പോയി എന്ന വിമർശനമാണ് CPM-ൽ ഉയർന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ തന്നെ അത് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സമിതിയിലും കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. കടകംപള്ളിയെ പോലെ മുതിർന്ന നേതാവ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇടപെടലായി അത് മാറി. കടകംപള്ളിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നവരും ഒരുപക്ഷെ താക്കീതെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നവരും കുറവല്ല. ജില്ലയിലെ CPM നേതൃത്വവും ഈ വിഷയത്തിൽ കടകംപള്ളിക്ക് പ്രതികൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് സംസ്ഥാന നേതൃത്വം നിലപാട് അറിയിച്ചതായാണ് ലഭിക്കുന്ന സൂചന. ഏതായാലും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാക്കളിൽ ഒരാൾ, തിരുവനന്തപുരത്തെ CPM-ന്റെ മുഖമായി ദീർഘനാൾ പ്രവർത്തിച്ച നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരമൊരു ശക്തമായ വിമർശനം CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. ഈ വിഷയം വരും ദിവസങ്ങളിലും തലസ്ഥാന രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ചും നഗരസഭാ ഭരണത്തിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ CPM-ലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ നഗരസഭയെ കുറ്റപ്പെടുത്തിയത് വലിയ ചർച്ചയായി ഇതിനകം മാറിയിട്ടുണ്ട്. അടുത്ത വാർത്തയിലേക്ക്. കോട്ടയത്ത് തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രചാരണത്തിന് തുടക്കമിടാൻ കേരള കോൺഗ്രസ് എം. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ ഒരു പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പ്രഖ്യാപിക്കുന്നത്. വിജയപ്രതീക്ഷയുണ്ട്, 100% വിജയിക്കും എന്നാണ് തോമസ് ചാഴികാടൻ പറയുന്നത്. കോട്ടയത്ത് ഇടത് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടൻ എത്തിയിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് പ്രത്യേകത. ഇടത് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് എത്രത്തോളം ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട്? കേരള കോൺഗ്രസ് പാർട്ടി ഏത് മുന്നണിയിലാണോ ആ മുന്നണിക്കാണ് എല്ലാ കാലവും വിജയമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിജയമുണ്ടാകും. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളത്. ആ ജനങ്ങൾ എന്നെ അംഗീകരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പുറത്തും കേരള കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കോടതിയുടെയും അംഗീകാരമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എമ്മാണ്. ആ തെരഞ്ഞെടുപ്പിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുണ്ട് എന്നതിന് സംശയമില്ല. കോട്ടയത്തെ കോട്ട കാക്കാൻ തോമസ് ചാഴികാടനായിരുന്നു കഴിഞ്ഞ വർഷത്തെ പാട്ട്, UDF-ന്റെ പാട്ട്. അങ്ങനെ ഒരു UDF കോട്ടയാണ് കോട്ടയം എന്നാണ് കഴിഞ്ഞ തവണ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ UDF-ന്റെ ഭാഗമായി മത്സരിച്ചു, ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ഭാഗമായി. ആ മുന്നണിയിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടി. ആ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് മത്സരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിയും എന്ന ബോധ്യമുണ്ട്. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആരാണ് സ്ഥാനാർത്ഥി എന്നതല്ല വിഷയം. ജനങ്ങൾ അംഗീകാരം നൽകുന്നുണ്ടോ എന്നതാണ് വിഷയം. ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. ആ ജനങ്ങൾ എന്നോട് അംഗീകരിക്കും എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എത്ര ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ 1,00,000 മുകളിൽ. ലക്ഷത്തിന്റെ എണ്ണം പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ്? പാർട്ടിയും മുന്നണിയും ആലോചിച്ച പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇത്ര നേരത്തെ പ്രഖ്യാപിക്കാൻ എന്തായിരുന്നു ഒരു തീരുമാനം? ഇത് കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇത്രത്തോളം ആവേശമുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഏതായാലും അതാണ് തോമസ് ചാഴികാടൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, News 18 കോട്ടയം. കോട്ടയം എന്ന UDF-ന്റെ കോട്ട കഴിഞ്ഞ തവണ UDF-ന് വേണ്ടി കാത്ത തോമസ് ചാഴികാടൻ ഇത്തവണ കോട്ടയം പിടിച്ചെടുക്കാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. സംസ്ഥാനത്തെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് തോമസ് ചാഴികാടനിലൂടെ നടത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം പ്രചാരണ രംഗത്തേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. ഇനി 2 ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. G. ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. ശ്രീജിത്ത്, ഇനി LDF സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് UDF-ന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും? ഫ്രാൻസിസ് ജോർജിന് തന്നെയാണല്ലോ സാധ്യത. അതുപോലെ തുഷാർ വെള്ളാപ്പള്ളി വരുമെന്ന് കേൾക്കുന്നു NDA സ്ഥാനാർത്ഥിയായിട്ട്. എത്രമാത്രം ശരിയാണിത്?
മഞ്ജുഷ, ഇത് രണ്ടും ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ മാസം 6-ാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ജോസഫ് ഗ്രൂപ്പ് ഇരുന്നതാണ്. UDF-ലെ ചർച്ചകൾ പൂർത്തിയാക്കി അന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരുന്നതാണ്. പക്ഷേ UDF-ലെ സീറ്റ് വിഭജനം വൈകുകയാണ്. അത് 14-ാം തീയതിയുണ്ട്. 14-ാം തീയതി അത് പൂർത്തിയാക്കിയാൽ 15-ാം തീയതി കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തി PJ ജോസഫ് തങ്ങളുടെ സ്ഥാനാർത്ഥി ആര് എന്ന് പ്രഖ്യാപിക്കും. അത് ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ് ഉള്ളത്. കാരണം PJ ജോസഫും ഒപ്പം തന്നെ ഇപ്പുറത്തെ മോഹൻ ജോസഫും മത്സരിക്കാനില്ല എന്ന നിലപാട് എടുത്തു. പിന്നെ ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്നതാണ് വിവരം. ഇപ്പുറത്ത് മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വയനാട് സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ച തുഷാർ ആ സീറ്റ് വിട്ടുമാറി കോട്ടയത്തേക്ക് എത്തുന്നു. അതിന് പ്രധാന കാരണം വയനാട്ടിൽ BJP ആ സീറ്റിൽ രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അവിടെ അങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ ഇപ്പുറത്ത് ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള വേദി കൂടി ഒരുക്കുക എന്നതാണ് BJP-യുടെ ലക്ഷ്യം. 1.5 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് കഴിഞ്ഞ തവണ BJP-ക്ക് വേണ്ടി മത്സരിച്ച PC തോമസ് നേടിയത്. അതിൽ മുകളിലേക്ക് പോകാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് SNDP വിഭാഗത്തിന് കാര്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. അവിടെ BJP വോട്ടുകൾ കൂടി നേടിയാൽ മികച്ച മുന്നേറ്റം എന്നുള്ളതാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. എന്തായാലും അതിശക്തമായ പോരാട്ടത്തിലേക്ക് പോവുകയാണ് മുന്നണികൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ആദ്യം മത്സര ചിത്രം തെളിയുന്ന ഒരു സ്ഥലമായി കോട്ടയം മാറുകയാണ്. മഞ്ജുഷ്, ശരി ശ്രീജിത്ത്, എന്തായാലും തോമസ് ചാഴികാടൻ പ്രചാരണം നടത്തട്ടെ. ഉടനെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയും എത്തും, NDA-യുടെ സ്ഥാനാർത്ഥിയും എത്തും. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ അനാസ്ഥകളിൽ മറ്റൊരു വാർത്ത കൂടി വരികയാണ്. ഗുരുതര ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. നേരത്തെ അവിടെ പ്രസവ ശസ്ത്രക്രിയക്കിടെ രജിത എന്ന ഒരു സ്ത്രീ മരിച്ചിരുന്നു. ഇപ്പോൾ ആരോപണം ഇതേ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. ആശുപത്രിയിൽ കഴിയുമ്പോൾ ഡോക്ടർമാർ ചികിത്സാ ചെലവ് വാഗ്ദാനം ചെയ്തതായി, അതായത് ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ചികിത്സാ ചെലവ് ആരോപണ വിധേയരായ ഡോക്ടർമാർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങിയതായും അമ്മ മരിച്ച നവജാത ശിശുവിനെ ശിശുക്ഷേമ സമിതി പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഈ കുടുംബം പറയുന്നു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പയും അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ രാജീവും ആശുപത്രിയിലെത്തി ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്ന് അറിയിച്ചെന്ന ഗുരുതര ആരോപണം കുടുംബം ഉന്നയിക്കുന്നു. സെപ്റ്റംബർ 24-ന് രജിത മരിക്കുന്നതിന് 3 ദിവസം മുമ്പായിരുന്നു രജിതയുടെ പ്രസവ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിയത്. വീഴ്ച മറച്ചുവെക്കുന്നതിന് വേണ്ടിയായിരുന്നു ഡോക്ടർമാരുടെ ഇടപെടലെന്ന് കുടുംബം ആരോപിക്കുന്നു. അവരന്ന് ഇത് 24-ാം തീയതി വൈകുന്നേരം പുഷ്പ ഡോക്ടറും അൻസറി ഡോക്ടറുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്ന് അവിടെ ഒരു ടെസ്റ്റ് പറഞ്ഞു 25,000 രൂപയാകും, ആ പൈസ അവർ തരാമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർ 2 പേര്. ഏത് ഡോക്ടർക്ക്? അനസ്തേഷ്യ ഡോക്ടറും ഉണ്ടായിരുന്നു, പുഷ്പ ഡോക്ടറും ഉണ്ടായിരുന്നു. അനസ്തേഷ്യ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് പോലീസുകാർ പറഞ്ഞത് രാജീവ് എന്നാ. പിന്നെ വേറൊരു അതല്ലെന്നും പറയുന്നുണ്ട്. സുജിത്താണോ? സുജിത്ത് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ പൈസ 2,000 രൂപയാണ് ചോദിച്ചത്. ഡോക്ടർ ചോദിച്ചോ? അവർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു പുള്ളിയാണ് ഈ ഓപ്പറേറ്ററിന്റെ മെയിൻ ഇത് അനസ്തേഷ്യ ഡോക്ടർ. അപ്പം 2,000 രൂപ അയാളുടെ ഫീസ്. അപ്പൊ ഞാൻ അവിടെ ഇത് പേപാടൊക്കെ എടുത്തായിരുന്നു. അപ്പൊ അതിന് 2,500 രൂപ കൊടുക്കണം. പിന്നെ എന്റെ കാശില്ലായിരുന്നു. ഞാൻ പറഞ്ഞ 1,500 രൂപ ആദ്യം തരാം, 500 രൂപ ഓപ്പറേഷൻ കഴിയുമ്പോൾ തരാൻ പറഞ്ഞു. അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്ന് നിതീഷും പറയുന്നു. മരിച്ച ആശയുടെയും ഗുരുതരാവസ്ഥയിലായിരുന്ന അഞ്ജലിയുടെയും കുടുംബവും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ നമ്മളിന്ന് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് ഉമ്മാൻ്റെ പൈസ കൊടുത്തു. അതെ, എൻ്റെ 1,500 രൂപ മേടിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന അത്ര ശസ്ത്രക്രിയക്ക് വരുന്ന എല്ലാവരുടെയും മേടിക്കണമെന്ന് തോന്നുന്നില്ലെങ്കിൽ ഒരാളുടെ മാത്രം മേടിക്കത്തില്ലല്ലോ. എന്താ പറഞ്ഞ? എന്തിനു വേണ്ടിയാണ് ഈ പണം വാങ്ങുന്നത് പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല, ഇതൊരു നാട്ടു നടപ്പാ. അവിടെ ഈ കാണുന്നത് സ്ഥലം MLA PP ചിത്തരഞ്ജൻ രജിതയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രിക്ക് നൽകിയ കത്താണ്. കത്ത് തള്ളിയ ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തിയില്ലെന്ന് മാത്രമല്ല, അമ്മ മരിച്ച നവജാത ശിശുവിനെ പോലും തിരിഞ്ഞു നോക്കിയില്ല. സംഭവമായിട്ട് മുലപ്പാൽ നിഷേധിക്കപ്പെട്ട, തള്ള നിഷേധിക്കപ്പെട്ട ഒരു കുട്ടിയാണിത്. ഇതിനായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിയോ അല്ലെങ്കിൽ MLA-യോ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭരണസംഘത്തിലുള്ള അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പോ ആരെങ്കിലും ഈ കുട്ടിയുടെ ആരോഗ്യത്തെ പറ്റിയോ ഈ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊരു അന്വേഷണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇയാളുടെ നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ട ആളുടെ സഹോദരിയാണ് ഈ കൊച്ചിനെ വളർത്തുന്നത്. പല സാഹചര്യങ്ങളിലും ആശുപത്രികളിലൊക്കെ കൊണ്ടുചെന്നിട്ട് പല അവഗണനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ
ഒരു സംരക്ഷണം, അമ്മ പോയി, ഈ കുഞ്ഞുങ്ങളുടെ ഇതിൻ്റെ ചികിത്സാപരമായ അല്ലെങ്കിൽ ഇതിനെന്ത് ആരോഗ്യം, ഇതിൻ്റെ എന്ത് രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ശിശുക്ഷേമ വകുപ്പ് ഒരു അമ്മ തൊട്ടിൽ നിന്ന് കിട്ടിയ കൊച്ചിനാണെങ്കിൽ പോലും എന്തെല്ലാം സംരക്ഷണം, എന്തെല്ലാം അന്വേഷണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ 4 മാസത്തിനിടെ ശസ്ത്രക്രിയയെ തുടർന്ന് 2 പേരാണ് ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ മരിച്ചത്. ഒരാൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. മരണങ്ങൾ തുടർക്കഥയാകുമ്പോഴും ജനങ്ങളുടെ ആശ്രയമായ ആശുപത്രിയിൽ സുരക്ഷിത ചികിത്സ ഉറപ്പുവരുത്താനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. അതീവ ഗുരുതരമായ ഒരു സംഭവമാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ന്യൂസ് 18 സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നടക്കുന്ന അനാസ്ഥ. അവിടെ 2 മരണങ്ങളാണ് ശസ്ത്രക്രിയയ്ക്കിടെ സംഭവിച്ചത്. അതുകൂടാതെ ഒരു വീട്ടമ്മ ഗുരുതരമായ നിലയിൽ കഴിയുകയുമാണ്. ഇക്കാര്യത്തിൽ സ്ഥലം MLA ഇടപെട്ടിട്ട് പോലും, സ്ഥലം MLA ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് പോലും ഒരു അന്വേഷണം എന്തുകൊണ്ട് നടന്നില്ല? ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. അവർ നൽകുമെന്ന് തന്നെ കരുതുകയാണ് ന്യൂസ് 18. ഇതിനെ തുടർന്നും ഈ വാർത്തകൾ, ഇതേ ആശുപത്രിയുടെ അനാസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ ഇനിയും ന്യൂസ് 18 ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ വാർത്തകൾ ഉണ്ടാകും. പകൽ വാർത്ത ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.